മരണപ്പെട്ടതല്ല മഹാഭാവികളെ, നീയൊക്കെ ചേർന്ന് കൊന്നതാണ്. എന്നെ രക്ഷപ്പെടുത്തണേ, 2 മക്കളുണ്ട് എന്ന് നിലവിളിച്ച് ശ്വാസത്തിനായി പിടയുന്ന ഒരു ജീവന് തുണയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നിന്നെയൊക്കെ നികുതിപ്പണത്തിൽ ഞങ്ങൾ തീറ്റുന്നത്? ഒരു കുടുംബത്തിന് നാഥനില്ലാതാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ടീച്ചറമ്മയ്ക്കും പിന്നെ ചെണ്ടകൊട്ടി സദാനേരവും നമ്പർ വൺ എന്ന് വിളിച്ചുകൂവുന്ന നമ്മൾ ഓരോരുത്തർക്കുമാണ്. നാളെ നമ്മുടെയൊക്കെ ഗതിയും ഇതുതന്നെയാണ് കൂട്ടരെ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് വേണ്ടയിടം കുരുതിക്കളമായി മാറുന്ന കാഴ്ചകൾ കണ്ട് മനമെടുത്തു. ആതുര സേവനത്തെ കടമയായി കാണുന്ന കാലം വിസ്മൃതിയിലാണ്ടു. ബാക്കിയൊക്കെ വെറും തള്ളിമറിപ്പ് മാത്രം. കേരളത്തിൽ തലങ്ങും വിലങ്ങും ജീവന്റെ പ്രതീക്ഷയുടെ സൈറനുമായി പായുന്ന ആംബുലൻസുകളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ജീവൻ രക്ഷാ കവചങ്ങളോ ഇല്ല എങ്കിൽ അതൊരു ജീവന്റെ സൈറനല്ല, മറിച്ച് മരണമണിയാണ്. ഇങ്ങനെയാണോ ആംബുലൻസുകൾ ഒരുക്കേണ്ടത്? പരിചയസമ്പന്നരായ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിക്കും വരെ ജീവൻ നിലനിർത്തുവാനുള്ള സജ്ജീകരണങ്ങളും സജ്ജമല്ലെങ്കിൽ അതിനെ ആംബുലൻസ് എന്നെങ്ങനെ വിളിക്കും? കേരളത്തിൽ CPR അറിയാവുന്ന എത്ര ആരോഗ്യ പ്രവർത്തകരുണ്ട്? ആംബുലൻസ് ജീവനക്കാരിൽ എത്ര പേർക്ക് അടിസ്ഥാനപരമായ ജീവൻ രക്ഷാ പരിശീലനം ലഭിച്ചിട്ടുണ്ട്? പൊതുജനങ്ങളിൽ എത്ര പേർക്ക് CPR എന്നാൽ എന്തെന്നറിയാം? ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും CPR നൽകുവാനുള്ള പരിജ്ഞാനമുണ്ടോ? പിന്നെ എന്തുണ്ടാക്കിയാണ് ലോകോത്തര നിലവാരമെന്ന് തള്ളിമറിക്കുന്നത്? ആരോഗ്യമേഖല ഭരിക്കുന്ന മന്ത്രി ആ മേഖലയുമായി അടിസ്ഥാനപരമായി പരിജ്ഞാനമുള്ള ആളാണോ? ആശാ വർക്കർമാർ എത്ര പേരുണ്ട് ശമ്പളം വാങ്ങുന്നവർ? ബേസിക് ഫസ്റ്റ് എയ്ഡിൻ്റെയും CPRൻ്റെയും അറിവ് എത്ര പേർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്? വീടുകൾ കയറിയിറങ്ങി ചൊറിയുണ്ടോ, ചുമയുണ്ടോ, പനിയുണ്ടോ എന്ന് തിരക്കലും കിണറുകളിലിടാൻ ബ്ലീച്ചിങ് പൗഡർ നൽകലും മാത്രമാണോ ഇവരുടെ ജോലി? സർക്കാർ അവരെ മറ്റു പല ജോലികൾക്കും വിനിയോഗിക്കുന്ന സമയത്ത് ഇത്തരം അറിവുകൾ അവരിലൂടെ സമൂഹത്തിന് നൽകരുതോ? ഇത്തരത്തിലുള്ള പ്രാവീണ്യം ലഭിച്ചിരുന്നുവെങ്കിൽ വിളപ്പിൽശാലയിലെ കശാപ്പുകാരിൽ നിന്ന് മരണപ്പെട്ട ബിസ്മീറിന് ലഭിക്കാതെ പോയ CPR അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെ നൽകാൻ കഴിയുമായിരുന്നില്ലേ? ഞാനും നിങ്ങളും ഈ സംവിധാനങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇത്തരം മനുഷ്യത്വമില്ലായ്മയും അവസരത്തിനൊത്ത് പ്രായോഗിക ബുദ്ധിയും കരുണയും കാണിക്കാത്ത ജീവനക്കാരും മഹത്തായത് എന്ന് 100 വട്ടം പ്രകീർത്തിക്കപ്പെടുന്ന സംവിധാനത്തിൻ്റെ പുഴുക്കുത്തുകളാണ്. അത് തിരുത്താനും വെട്ടിമാറ്റാനും ആവശ്യപ്പെടേണ്ടത് ഇന്നും സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ഞാനും നിങ്ങളുമടങ്ങുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ കടമയാണ്. ലോകോത്തര നിലവാരമുള്ളതാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളെങ്കിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം വിദഗ്ധ ചികിത്സയ്ക്ക് അങ്ങ് വിദേശത്തോട്ട് കെട്ടിയെടുക്കുന്നത്? ഇതാണോ എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന നിങ്ങളുടെ വിഷൻ 2031? എന്നാടോ നീയൊക്കെ ഇനി നന്നാവുന്നത്? അതിനായി എത്ര ജീവൻ കൂടി നമ്മൾ ബലി നൽകണം? രാഷ്ട്രീയ വിധേയത്വത്താൽ മൗനം അവലംബിക്കുന്ന സഹജീവികളെ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുവാൻ കഴിയാത്ത നിങ്ങളും നാളെ ഈ വഴിയിലൂടെ സഞ്ചരിക്കും. മരണത്തിൻ്റെ മഹാമൗനം നിങ്ങളുടെ പടിവാതിൽ കയറി വരും വരെ മൗനമായിരിക്കുക. ആശംസകൾ. തിരിച്ചറിവുകൾ ഉണ്ടാവട്ടെ.